കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസിന്റെ പരിശോധന. ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും പരാതിക്കാരുടെയും മൊഴിയെടുക്കുന്നു. പ്രസാദം തയ്യാറാക്കിയ ഇടങ്ങളിൽ പരിശോധന നടത്തും. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്നും ചേരുന്നുണ്ട്. തത്സമയം സുജിത്ത്, 24 ആണ് ഈ പ്രസാദവും തയ്യാറാക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിന്റെ വാർത്ത പുറത്തുവിട്ടത്. വലിയ പ്രതിഷേധമൊക്കെ കണ്ടതാണ്. പിന്നാലെ അന്വേഷണം പ്രഖ്യാപിച്ചു. ഈ മേൽശാന്തിയുടെ വാടക വീടായിരുന്നല്ലോ ഈ സംഭവങ്ങളുടെ വിവാദങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം. അവിടെയുണ്ടോ പരിശോധന? അതേ ഗോകുൽ, ഇന്ന് അവിടെയും പരിശോധന ഉണ്ടാകും. അതുപോലെ തന്നെ ഈ പ്രസാദം തയ്യാറാക്കിയ രണ്ടിടങ്ങളിലും പരിശോധന ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദേവസ്വം വിജിലൻസ് SI രാകേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ദേവസ്വം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ പരാതിക്കാരായ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതാക്കന്മാരുടെയും മൊഴി എടുക്കുകയാണ്. അവരെ വിളിച്ച് ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരിശോധനയ്ക്ക് വേണ്ടിയാണ് തങ്ങൾ എത്തിയത്. പ്രഹസനമല്ല, അതുകൊണ്ട് സഹകരിക്കണം, പരിശോധനയോട് പൂർണ്ണമായും സഹകരിക്കണം, ആളുകൂടി പിന്നാലെ പോകാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇവർക്ക് ആദ്യം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് BJP ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ദേവസ്വം ഉന്നത ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ സർക്കാരിനുമെല്ലാം തന്നെ പരാതി നൽകാനാണ് തീരുമാനം. ഇപ്പോൾ ഈ പ്രസാദം തയ്യാറാക്കിയ രണ്ടിടങ്ങളിലും പരിശോധനയ്ക്കായി ഈ ദേവസ്വം വിജിലൻസ് സംഘം എത്തുമെന്നാണ് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഗോകുൽ, സുജിത്ത്, എവിടൊക്കെയാണ് ഇനി ഈ മേൽശാന്തിയുടെ വാടക വീടിനപ്പുറത്തേക്ക് എവിടെയൊക്കെയാണ് ഇത്തരത്തിൽ പ്രസാദം നിർമ്മിച്ചു അല്ലെങ്കിൽ പ്രസാദം നിർമ്മിച്ചു എന്ന് സംശയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണമുള്ളത്? അവിടേക്കുള്ള പരിശോധന എപ്പോഴായിരിക്കും? ഗോകുൽ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇത് തയ്യാറാക്കിയ ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്യുമ്പോഴാകും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുക. അവർ നൽകുന്ന ഒരു അവർ ഈ സംഭവത്തെ ന്യായീകരിക്കുന്നത് ഇത്രയും വരുന്ന ഭക്തർക്ക് പ്രസാദം തയ്യാറാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്നും ഇത്തരത്തിൽ കരിപ്പൊടി എത്തിച്ച് അത് പ്രസാദമാക്കി തയ്യാറാക്കി നൽകുക എന്നതാണ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ തയ്യാറാക്കാൻ പാടില്ല. വളരെയേറെ കെമിക്കലുകൾ അവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഏറെ ഭക്തർക്ക് നൽകുന്ന ഒരു പ്രസാദമാണ്. അതിൽ കെമിക്കലുകൾ ചേർത്തു എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ആരോപിക്കുന്നത്, പരാതിക്കാർ ആരോപിക്കുന്നു. ഒപ്പം തന്നെ ഇത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ തയ്യാറാക്കുന്നു. ഒപ്പം മദ്യമടക്കമുള്ള മദ്യക്കുപ്പികൾ അടക്കം തന്നെ ഈ പരിശോധനാ സ്ഥലങ്ങളിൽ നിന്നും കഴിഞ്ഞയിടങ്ങളിൽ കണ്ടെത്തിയിരുന്നു. ഇതൊക്കെ തന്നെ ഈ പ്രസാദത്തോട് വളരെ നിന്ദയാണ് ഇവർ കാട്ടിയത്. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാനാകില്ല. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് BJPയുടെ ഒരു തീരുമാനം. ഗണേശ സംഗമം അടക്കമുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് BJP അടക്കമുള്ള സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇത്തരത്തിൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നടത്തിയ വലിയ ക്രമക്കേടാണ് ഇത്. ഇനിയും ഇതിനപ്പുറമുള്ള ക്രമക്കേടുകൾ ഈ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മറ്റു പ്രസാദങ്ങൾ തയ്യാറാക്കിയതിലടക്കം ഇവിടെ ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള വലിയൊരു ആരോപണം. ഒപ്പം തന്നെ ദേവസ്വം ബോർഡിലേക്കുള്ള വരുമാനം, ഈ PD മണികണ്ഠേശ്വരം എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് വരുമാനം വരുന്നത് അത് ക്ഷേത്രത്തിന്റെ പണമാണ്. അത് ദേവസ്വം ബോർഡിന് കൈകാര്യം ചെയ്യാനുള്ള അധികാരമില്ല. അത്തരത്തിലുള്ള ക്രമക്കേടുകളൊക്കെ നടന്നതായും ആരോപണമുണ്ട്. ഗോകുൽ, ശരി, ഏതായാലും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.